വാക്കുകളിൽ പ്രണയമധുരം നിറച്ച് പുരുഷകാമനകളെ അങ്ങേയറ്റം വശീകരിക്കുന്ന വാട്സാപ്പ് ചാറ്റുകളിൽ ഷാരോണെ വീട്ടിലേക്ക് കിടപ്പറയിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കാളകൂടം ചാലിച്ച് മരണമുറപ്പിച്ചപ്പോൾ മാത്രം നിർത്തിയതാണ് ആ ദുഷ്ട ഗവേഷണങ്ങൾ, ആവർത്തന ശ്രമങ്ങൾ, ഗൂഢമായ ആലോചനകൾ. ഷാരോണെ തീർത്തുകളഞ്ഞ കൊലപാതകം കൾപ്പബിൾ ഹോമിസൈഡ് അല്ല, അത് പ്ലാൻഡ് മർഡറാണ്. അങ്ങേയറ്റത്തെ നരകയാതനയിൽ വേദനയിൽ പൊളഞ്ഞപ്പോഴും ചങ്ക് കൊടുത്തൊരു പെങ്കൊച്ചു കോപ്പയിൽ കൊടുത്തത് കുടുംബിഷമാണെന്ന തിരിച്ചറിവിലും ഷാരോൺ ഗ്രീഷ്മയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. സ്നേഹവാക്കുകളല്ലാതെ ഒരു തെറിവാക്ക് ആ വാട്സാപ്പ് ചാറ്റിൽ കാണാനില്ല. അങ്ങനെ അവസാന ശ്വാസത്തിലും ഇഷ്ടപ്പെട്ട് വെണ്ണീറായപ്പോഴും പുത്രദുഃഖത്തിൽ വാവിട്ട് കരഞ്ഞൊരു അമ്മയെ കണ്ടപ്പോഴും ആ പെൺഹൃദയത്തിൽ സ്ത്രീ സഹജമായി ഉണ്ടാകേണ്ട കാരുണ്യത്തിന്റെ തരിമ്പുണ്ടായിട്ടില്ല. പശ്ചാത്തപിക്കാത്ത ചെകുത്താനാണ്. കിട്ടാവുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തം 10-16 വർഷങ്ങൾ, കഴിയുമ്പോൾ 36 വയസ്സ്. അത് കഴിഞ്ഞങ്ങ് ജീവിച്ചോളാം സാറേ എന്ന വർത്താനത്തിന് അങ്ങനങ്ങ് ജീവിക്കേണ്ട ഗ്രീഷ്മയെ എന്ന് കോടതി പറഞ്ഞെങ്കിൽ സമൂഹത്തിലെ വിഷജീവികൾക്ക് ആവർത്തിക്കരുത് എന്ന താക്കീതാണ് ആ